ത്രിയേക ദൈവത്തിന് സ്തുതി. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ധ്യാനിക്കുകയാണ്. വൈദ്യശാസ്ത്രത്തിന് പോലും കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ഒരു കൂനുള്ള സ്ത്രീക്ക് സൗഖ്യം നൽകിക്കൊണ്ട് ഏതൊരാളുടെയും മനുഷ്യായുസിൻ്റെ പൂർണ്ണത ആഗ്രഹിക്കുന്ന യേശു കർത്താവിനെ അതിമനോഹരമായി വൈദ്യനായ ലൂക്കോസ് അവതരിപ്പിച്ചിരിക്കുന്ന വേദഭാഗമാണ് ഇത്. ഒരു ശബത്തിൽ അവനൊരു പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരുന്നു. അവിടെ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. വാക്യം 10-11. അന്ന് പള്ളിയിൽ വന്ന 2 ആളുകളെ ധ്യാനിച്ച് ആരംഭിക്കുകയാണ്. ഒരു ശബത്ത് ദിവസം വന്നു ചേർന്നാൽ ഈ 2 ആളും പള്ളിക്കുള്ളിൽ കാണും. 2 ആൾക്കും ഒരുപാട് പ്രത്യേകതകളുണ്ട്. യേശുവിൻ്റെ അജണ്ട ഒന്ന് മാത്രമാണ്: എല്ലാവരെയും പൂർണ്ണതയുള്ളവരാക്കുക. അതിനായി ഏതറ്റം വരെയും സഞ്ചരിക്കുകയാണ്. എന്നിട്ട് പ്രസംഗിക്കുക, ഉപദേശിക്കുക, സൗഖ്യമാക്കുക, ഉയർപ്പിക്കുക, അങ്ങനെ പോകുന്നു യേശുവിൻ്റെ ശുശ്രൂഷ രംഗങ്ങൾ. ആ സ്ത്രീ ആകട്ടെ പള്ളിയിൽ വന്ന് ഉപദേശം കേട്ട് അതിൽ ബലപ്പെട്ട് തൻ്റെ കൂനിനെ കീഴ്പ്പെടുത്തി ജീവിക്കുന്നവളാണ്. 18 വർഷമായി കൂന് ഉണ്ടെങ്കിലും കൂന് അവളെ കീഴ്പ്പെടുത്തിയില്ല. അവൾ കൂനിനെ കീഴ്പ്പെടുത്തി ജീവിക്കുന്നവളാണ്. പള്ളിയെയും വചന ഉപദേശത്തെയും യേശു കർത്താവിനെയും ഒക്കെ ജീവിതത്തിൽ ചേർത്ത് വെച്ചാൽ കിട്ടുന്ന ബലം ആ സ്ത്രീയിൽ അങ്ങനെ നന്നായി പ്രകടവുമാണ്. ഭാരങ്ങൾ ഉള്ളപ്പോഴും രോഗമുള്ളപ്പോഴും ദുഃഖമുള്ളപ്പോഴും ആഗ്രഹ സാക്ഷാത്കാരങ്ങളിൽ എത്തിപ്പെടാൻ പരാജയപ്പെടുമ്പോഴും എല്ലാവരും തള്ളിക്കളയുമ്പോഴും എല്ലാത്തിനും കാരണമായ ആ കൂന് മാറ്റിത്തരണമേ എന്ന് അവൾ കർത്താവിനോട് യാചിക്കുന്നതേയില്ല. പിന്നെയോ അടുത്ത ശബത്ത് ദിനം വരെ വളരെ ബലത്തോടും ആത്മബലത്തോടും കൂടെ നടക്കാൻ മൗനമായി പള്ളിക്കുള്ളിലിരുന്ന് കൃപയ്ക്കായി യാചിക്കുന്ന ആ സ്ത്രീയിലുള്ള ആത്മീയതയുടെ ഉത്കൃഷ്ടതയെ നാം ഗൗരവമായി ധ്യാനിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. യേശു അവളെ കണ്ടു, അടുക്കെ വിളിച്ചു, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു. അവൾ ക്ഷണത്തിൽ നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. വാക്യം 12-13. ഉപദേശം കേട്ടിരുന്നവരുടെ മേൽ വയ്ക്കപ്പെട്ട സൗഖ്യത്തിൻ്റെ കരത്തെയാണ് ഈ വരികളിൽ വരച്ചിട്ടിരിക്കുന്നത്. യേശു ഉപദേശിക്കുന്നു, പള്ളിക്കുള്ളിലുള്ളവർ ഉപദേശം കേൾക്കുന്നു. ഒരുപാട് ആളുകളിൽ ഇപ്പോഴും വചന ഉപദേശങ്ങൾക്കും ആരാധനകൾക്കുമൊക്കെ ശ്രേഷ്ഠമായ സ്ഥാനം ഉണ്ട് എന്നത് സന്തോഷകരമാണ്. ഉപദേശങ്ങളെയും ഉപദേശങ്ങൾ നൽകുന്നവരെയും ആദ്യം ഇത്തിരി അരോചകമായി തോന്നുമെങ്കിലും ഉപദേശത്തിന് ഭയങ്കര ശക്തിയുണ്ട് എന്ന് ഇത്തിരി കഴിയുമ്പോൾ ആർക്കും തോന്നും എന്നത് കാലം തെളിയിച്ചിട്ടുണ്ട്. ഈ സ്ത്രീയും ഉപദേശം കേട്ടുകൊണ്ടിരിക്കവേ കർത്താവ് അവളെ അടുക്കലേക്ക് വിളിച്ച് അവളുടെ മേൽ കൈവച്ചു എന്ന് വായിക്കുകയാണ്. തൻ്റെ മേൽ വന്നു ചേരാൻ ഒട്ടും സാധ്യതയില്ലാതിരുന്ന ആ കരം കൊണ്ട് കർത്താവ് തന്നെ ചേർത്ത് നിർത്തിയ നേരം അവൾ നിവർന്നു നിന്നു എന്ന് മാത്രമല്ല, അതിന് അനർഹയായ തനിക്ക് ലഭിച്ച പരമമായ ഭാഗ്യം ഓർത്ത് അവൾ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുകയാണ്. ഉപദേശം കേട്ടിരുന്നവൾക്ക് കിട്ടിയ അപ്രതീക്ഷിത മാന്യതയെ ധ്യാനിക്കുക തന്നെ വേണം. അല്ലെങ്കിലും ദൈവികമായ ഉപദേശങ്ങളെ അഗണ്യമാക്കാതെ ഗൗരവമായി കണ്ടാൽ ഉറപ്പായും സൗഖ്യവും വിടുതലും ഉണ്ട്. പിന്നെ അത്രയ്ക്കും ഉപദേശങ്ങളെ കേൾക്കാനും ഗ്രഹിക്കാനും അവസരം കിട്ടിയ പള്ളിപ്രമാണികൾക്കുണ്ടായ ദുരവസ്ഥയെ വിവരിക്കേണ്ടതില്ലല്ലോ. ദൈവികമായ ഉപദേശങ്ങളെ കാര്യമായിട്ടെടുക്കാം. പല കാരണങ്ങളാൽ കുനിഞ്ഞു പോകാൻ ഇടയായാലും നടുവിൽ നിവർന്നു നിന്ന് ദൈവം ചെയ്ത വൻ കാര്യങ്ങളെ പ്രസ്താവിക്കുവാൻ
കൃപ തരുന്ന ഒരു ദൈവം നമുക്ക് ഉണ്ട്. അവനാൽ നടക്കുന്ന സകല മഹിമകളാലും പുരുഷാരമൊക്കെയും സന്തോഷിച്ചു. വാക്യം 17. സന്തോഷ അനുഭവത്തിലേക്ക് നയിക്കുന്ന ആരാധനകളെ വിചാരിച്ച് അവസാനിപ്പിക്കുകയാണ്. ആ സ്ത്രീ ഒരു 1000-ലധികം വട്ടം ആരാധനയിൽ പങ്കെടുത്തിട്ടുണ്ടാവണം. അങ്ങനെ ആത്മാർത്ഥതയോടെ ആരാധനയിൽ 1000-ലധികം വട്ടം പങ്കെടുത്ത അവൾ അബ്രഹാമിൻ്റെ മകളായി ഉയർത്തപ്പെട്ടു. സ്വാഭാവികം. ആരാധനയിൽ പങ്കെടുത്ത പുരുഷാരത്തിന് വലിയ സന്തോഷവും. ഇനി മറ്റൊരു കൂട്ടമുണ്ട്. അവിടെ നടന്ന ആരാധനയിൽ ശരിയായ മട്ടിൽ മനസ്സർപ്പിച്ച് പങ്കെടുക്കാൻ കഴിയാത്തവരാണ് അവർ. അവരെ ആകട്ടെ കർത്താവ് കപടഭക്തിക്കാർ എന്നാണ് വിളിക്കുന്നത്. ഒറ്റ സങ്കടമാണുള്ളത്, അവർക്ക് സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നില്ല എന്നതാണ്. യഥാർത്ഥത്തിൽ സന്തോഷിക്കാൻ ഒരു കാരണവുമില്ലാത്തവർ പോലും അവിടെ നിന്ന് സന്തോഷിക്കുകയും സന്തോഷിക്കാൻ പല കാരണങ്ങൾ ഉള്ളവർക്ക് സന്തോഷിക്കാൻ കഴിയാതെയും വരുന്നു എന്നത് ചിന്തിക്കേണ്ടതുണ്ട്. ആരാധനകളിലും ദൈവികമായ ഉപദേശങ്ങളിലും മനസ്സർപ്പിച്ചു നിന്നാൽ സന്തോഷിക്കാൻ ഒരു വകയുമില്ലാത്തവർ പോലും നിന്ന് സന്തോഷിക്കുന്നത് കാണാൻ ഇടയാകും. ചുരുക്കത്തിൽ ആരാധനകളെ അത്രയ്ക്കും അനുഗ്രഹമായി കരുതാം. നമുക്കും സന്തോഷിക്കാൻ വക ദൈവം ഒരുക്കും, ഉറപ്പാണ്. ആമേൻ.